ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ദി ഓൾറൗണ്ടർ ഗൈഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 4 വീൽ സ്റ്റിയറിംഗ് മെക്കാനിസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ കോളേജിലൊക്കെ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്സ്. ഓക്കെ, അപ്പം ഈ മെഷർമെൻറ്റ്സ് ഒക്കെ നമുക്കൊരു 2mm ഷീറ്റിൽ, അതായത് മെറ്റൽ ഷീറ്റിൽ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം ഞാൻ ഇത് 2mm ചില പീസസ് 3mm ഷീറ്റിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇവിടെ 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു റെക്ടാങ്കുലർ പ്ലൈവുഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വീല് സെറ്റ് ചെയ്യണം. അപ്പം ആ വീല് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എൽ ഷേപ്പിലുള്ള ഒരു പീസ് ഉണ്ട്. അപ്പോൾ ആ പീസിലേക്ക് നമ്മൾ മോട്ടർ ഒട്ടിച്ചെടുക്കുകയാണ് ഗ്ലൂ ഗൺ വെച്ചിട്ട്. അതിലേക്ക് നമുക്ക് വീല് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ ഈ ലിങ്കുകളെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 30 RPM ജോൺസൺ മോട്ടർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഇതേപോലത്തെ ഒരു നട്ടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ത്രെഡ് ഉണ്ടായിരുന്നതാണ്. ഓക്കെ,
അപ്പോൾ നമുക്കത് നമ്മുടെ അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിൽ ഞാൻ ഇതേപോലെ ഒരു DP/DT സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ക്രോസ് കണക്ഷനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എല്ലാ ലിങ്ക്സും കണക്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്ക്വേർഡും മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മോട്ടർ കണക്ട് ചെയ്യണം. അപ്പം എല്ലാ മോട്ടറിൻ്റെ ഡയറക്ഷൻ ഒരേ ഡയറക്ഷനിലേക്ക് കറങ്ങുന്ന പോലെ പാരലായിട്ട് കണക്ട് ചെയ്യുക. ഇനി ആ മോട്ടറിന് വരുന്ന കണക്ഷനും നമുക്ക് ഇതേപോലത്തെ ഒരു DP/DT സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യണം. അതും ക്രോസ് കണക്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ കണക്ഷൻ്റെ ഡയഗ്രാം എങ്ങനെ ഞാൻ കാണിക്കാം. അപ്പോൾ അത് രണ്ട് സെപ്പറേറ്റ് മോട്ടറിന്, അതായത് ലിങ്ക് മൂവ്മെൻറ്റ് ചെയ്യുന്നതും പിന്നെ ഫുൾ ബോഡി മൂവ്മെൻറ്റ് ചെയ്യുന്ന മോട്ടറിനുള്ള കണക്ഷൻ്റെ ഇതേപോലെ കോമൺ ചെയ്ത് നമ്മൾ ഒരു ബാറ്ററിയിലേക്ക് 12 വോൾട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം, കുഴപ്പമില്ല. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ.